നമ്മുടെ കറി ഇവിടെ പഞ്ചാബി ദാബ സ്റ്റൈലുള്ള കറി റെഡിയാണ്. അതേ കൊണ്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ കൊടുക്കാൻ പോകുന്നത് നമ്മുടെ എന്താ പറയുക റോട്ടിയാണ്. അതായത് അതാണ് അതിൻ്റെ ആ കോമ്പിനേഷൻ എന്ന് പറഞ്ഞ് നമ്മൾ ഇവിടെ റോട്ടി എങ്ങനെ നോക്കുകയാണെങ്കിൽ അത് എളുപ്പമുള്ള വഴി തന്നെയാണ്. ചപ്പാത്തി എണ്ണയില്ലാതെ കനലെ ചുട്ടെടുത്താൽ മാത്രം മതിയാവും. പക്ഷെ അത് പറ്റാത്തതുകൊണ്ട് നമുക്കിവിടെ പറ്റാത്തതുകൊണ്ട് നമ്മളൊരു കാര്യം ചെയ്താൽ മതി, സാധാ ചപ്പാത്തി ഉണ്ടാക്കി വെച്ചോളൂ. ഇനി നമ്മുടെ ആനീസ് കിച്ചണിൽ വരാൻ പോകുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് ഫുഡിനോട് വലിയ കോൺസെൻട്രേഷൻ കൊടുക്കാതെ തൻ്റെ ഒഫീഷ്യൽ ജീവിതത്തിൽ ഭയങ്കര എന്താ പറയുക തൻ്റെ കർമ്മത്തിന് ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാവാതെ സധൈര്യം മുന്നോട്ടേറിക്കൊണ്ടിരുന്ന ഒരു പോലീസ് ഓഫീസറാണ് ഇന്ന് ആനീസ് കിച്ചണിലേക്ക് വരാൻ പോകുന്നത്. അത് മറ്റാരുമല്ല TP സെൻകുമാർ സാറാണ് നമ്മുടെ ആനീസ് കിച്ചണിൽ വരുന്നത്. അദ്ദേഹം വരുമ്പോൾ ശരിക്കും ഋഷിരാജ് സിംഗ് അദ്ദേഹം വന്നപ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻസും ഒരുപാട് അറിവുകളും നമുക്ക് നേടാൻ സാധിച്ചു. അതുപോലെ തന്നെ സെൻകുമാർ സാറും ഇവിടെ വരുമ്പോൾ നമ്മുടെ വീട്ടമ്മമാർക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും, ഒരുപാട് അറിവുകൾ നേടാൻ പറ്റും. നമ്മൾ അറിയാത്ത കുറേ ഹിഡൻ ട്രൂത്തുകൾ ഇതിനകത്ത് എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് എൻ്റെ അറിവിൽ കൂടി, എൻ്റെ ഒരു കുഞ്ഞു ബുദ്ധിയിൽ കൂടെ എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു മനസ്സിലാക്കാം. എന്തായാലും അധികം താമസിപ്പിക്കേണ്ട, അദ്ദേഹത്തെ ആനീസ് കിച്ചണിലേക്ക് ക്ഷണിക്കാം. സർ വരണം. സാറിൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ സാർ ഭയങ്കര ബിസിയായിരുന്നു. ഒരു നിമിഷം പോലും പാഴാക്കാനില്ലാതെ സാർ ഇങ്ങനെ നമ്മുടെ ഒഫീഷ്യൽ കാര്യങ്ങൾക്ക് വേണ്ടി ഓടി നടന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോൾ സാർ റിട്ടയറായി. വിശ്രമവേളകൾ എങ്ങനെ ആനന്ദകരമാണോ അതോ സാർ അതിൻ്റെ വേറെ എന്തെങ്കിലും? നോക്കുക, സർവീസിൽ ഉണ്ടായിരുന്നേക്കാളും ഒരു 5 times ഞാനിപ്പോൾ കൂടുതൽ ബിസിയാണ്. ഞാൻ ഇന്നലെ രാത്രി എത്തിയുള്ളൂ കണ്ണൂർ, കോഴിക്കോട്, തൃശ്ശൂർ പ്രോഗ്രാംസ് കഴിഞ്ഞിട്ട്. എനിക്ക് തോന്നുന്നു ഞാൻ ഓഫീസർ എന്ന നിലയിൽ ഒരിക്കലും ഒരു ഡയറി മെയിൻറ്റെയിൻ ചെയ്തിരുന്നില്ല. അതായത് പ്രോഗ്രാംസിൻ്റെ ദിവസം ഇപ്പം ഞാൻ ഡയറി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതല്ലെങ്കിൽ ഒരു ദിവസം ഒരു മാരേജ് മിസ് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് കമ്പൽസറി ആയിട്ട്, കാരണം അത്രയധികം ഡേറ്റ്സ് വരുന്നുണ്ട്. അപ്പോൾ സർവീസിൽ എത്രയുണ്ടായിരുന്നു അതിൻ്റെ ഒരു 5 times ബിസിയറാണ് ഇപ്പോഴും. ഓക്കെ. ഇപ്പോൾ സർ ഇപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒഫീഷ്യൽ സമയത്തൊന്നും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സോ ഒന്നും നമുക്ക് ചിന്തിക്കാനുള്ള നേരം കിട്ടുകയല്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ സർ റിട്ടയർഡ് ലൈഫായി. സർ ഒന്ന് ബാക്കിലോട്ടൊന്ന് ചിന്തിച്ച് നോക്കുമ്പോൾ സാറിന് തോന്നുന്ന നമ്മൾ ചെയ്തത് തെറ്റുണ്ടോ ശരിയുണ്ടോ അല്ലെങ്കിൽ അത് വേണ്ടിയില്ലായിരുന്നു എന്നുള്ള സാറിൻ്റെ ഒരു കാഴ്ചപ്പാട് എന്തായിരുന്നു? ഞാൻ ഇത്രയും ബിസി ആകേണ്ട കുറച്ചുകൂടി റെഡ്യൂസ് ചെയ്യായിരുന്നു. എനിക്ക് ആ നിലയിൽ എനിക്ക് തോന്നാറ് Vincent Ball will be a better model for that. To manage ഹൗസും ഓഫീസും കൂടി കുറച്ചുകൂടി. വിൻസൻ ആൾസോ നന്നായിട്ട് വർക്ക് ചെയ്യുന്നൊരു ഓഫീസറാണ്, ഏറ്റവും നന്നായിട്ട് എനിക്കിഷ്ടമുള്ള ഓഫീസറാണ്. പക്ഷേ അപ്പോൾ ആ ഒരു ബാലൻസിങ് ബെറ്റർ അതാണെന്ന് എനിക്ക് തോന്നുന്നു. നമ്മളൊക്കെ കുറച്ചുകൂടി ഒരു വർക്കഹോളിക് ആയിപ്പോയി. അതെ, പക്ഷേ സാറ് ആ വർക്കഹോളിക് എന്ന് പറഞ്ഞത് സാർ ഒരു സിമ്പിൾ വേയിൽ പറഞ്ഞു. പക്ഷേ ജനങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് സാറിന് റോൾ മോഡലായിട്ടാണ്. ബിക്കോസ് എൻ്റെ ഓർമ്മയിൽ എനിക്കറിയാം സാർ MG കോളേജിൽ ഒരു പോലീസ് ഓഫീസർ ഒരു കുട്ടിയെ ആവശ്യമില്ലാതെ അടിക്കുന്ന കണ്ടപ്പോൾ കോളറെ കയറി പിടിച്ചൊരു വ്യക്തിയാണ് അദ്ദേഹം. അതേപോലെ തന്നെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് യൂണിവേഴ്സിറ്റി കോളേജിനകത്ത് താഴൊക്കെ പൊട്ടിച്ച് കയറുന്നതും ഒക്കെ ഞങ്ങൾ കണ്ടിട്ടുള്ളൊരു സാറാണ്. അപ്പോൾ ആ ഒരു സാറിനെ ശരിക്കും ഞങ്ങൾ റോൾ മോഡലായിട്ടാണോ, ഞങ്ങൾക്ക് എന്താ പറയുക ജനങ്ങൾക്കെതിരെ ഒരു ശക്തമായ ഒരാൾ വന്നു എന്നുള്ളൊരു സന്തോഷം കൂടി ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് സാർ വർക്കഹോളിക് ആയിരുന്നു എന്ന് പറയുന്നതിൽ ഞങ്ങളുടെ കണ്ണിൽ വേറൊരു വേർഷൻ ഉണ്ടായിരുന്നു സാറിനെ പറ്റി. വർക്കഹോളിക് ആകുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുക കുടുംബമായിരിക്കും. അത് കറക്റ്റാണ് സാർ. ശരിക്കും ഫാമിലി ഒരുപാട് മിസ്സായി അല്ലേ സാറിന്? അവർക്കായിരിക്കും. നമ്മൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓരോ കാര്യവും സ്വന്തം പോലെ തന്നെ ഏറ്റവും പ്രാധാന്യത്തോടെ ചെയ്യണം, അല്ലെങ്കിൽ ഏറ്റവും പെർഫെക്റ്റായിട്ട് ചെയ്യണം എന്ന് ഉദ്ദേശിക്കുമ്പോൾ അല്ല നന്നായിട്ട് ചെയ്യണം. അതുപോലെ അതല്ലെങ്കിൽ ജോലികൾ നമുക്ക് പലപ്പോഴും 2-3 വിധത്തിൽ ചെയ്യാം. ഒന്ന് വളരെ ഇപ്പം ഞാൻ ചെയ്ത അതേ ജോലികളിൽ തന്നെ എല്ലാ LTC എടുക്കുകയും എല്ലാ വിവാഹങ്ങൾക്ക് അറ്റൻഡ് ചെയ്യും, എല്ലാ ഫെസ്റ്റിവലിൽ അറ്റൻഡ് ചെയ്യും, വളരെ 5 മണിയാകുമ്പോൾ വീട്ടിൽ പോവുകയും ഫാമിലിയായിട്ട് 5 സ്റ്റാർ ഹോട്ടലിൽ പോവുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അതേപോലെ തന്നെ നമ്മൾ കുറേ കൂടി ബാലൻസ് ചെയ്ത് നമ്മൾ കുറച്ചൊക്കെ അവധി എടുത്ത് പോകാനൊക്കെ ശ്രമിക്കുന്ന ശരിയായിട്ടുള്ള നയം അതാണെന്ന് എനിക്ക് ഇപ്പോൾ തോന്നുന്നു.
ഇനിയിപ്പോൾ അത് ഏതായാലും തിരുത്താൻ പറ്റുന്ന സാധ്യതയല്ലല്ലോ. പക്ഷേ സർ ആ ഒരു കൺസിഡറേഷൻ സാറിലുണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ സർ, എൻ്റെ ആ കുട്ടിയെ തല്ലുമ്പോൾ പോലും അത് അനാവശ്യമായിട്ട് തല്ലേണ്ട കാര്യമല്ല, അനാവശ്യമായിട്ടാണ് തല്ലിയത്. അപ്പോൾ സർ അതിന് റിയാക്ട് ചെയ്തു. അപ്പോൾ സർ അത് ശരിക്കും ആ കുട്ടിയെ തല്ലുന്നത് കൊണ്ട് മാത്രമല്ല പ്രശ്നം. അവിടെ ബിൽഡിങ്ങിൻ്റെ മുകളിൽ 3ാമത്തെ നിലയിൽ കുറേ കുട്ടികൾ നിലത്ത് ചാടാൻ തയ്യാറായി നിൽക്കുകയാണ്. അപ്പോൾ ആ കുട്ടികൾ ആരെങ്കിലും നിലത്ത് ചാടുകയാണെങ്കിൽ തീർച്ചയായിട്ടും 1-2 പേര് മരിക്കുകയോ അല്ലെങ്കിൽ സീരിയസ് ആയിട്ട് ഇഞ്ചുറി ഉണ്ടാകും. അതിന് മുമ്പ് അവിടെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ പോലീസ് കയറി അവിടുത്തെ 3ാമത്തെ നിലയിൽ നിന്ന് കുട്ടികൾ ചാടിയിട്ടുണ്ട്. വളരെ ഗുരുതരമായിട്ട് പരിക്ക് പറ്റിയിട്ടുമുണ്ട്. മരണം ഉണ്ടായെന്ന് എനിക്ക് ഓർമ്മയില്ല, പക്ഷേ അങ്ങനെ ഉണ്ടായിട്ട് ഒരു കോളേജാണത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു നമ്മുടെ ഉത്തരവ് ലംഘിച്ച് തെറ്റായിട്ട് ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനെ പിടിക്കുക മാത്രമല്ല, നമ്മൾ ആ മറ്റു കുട്ടികളെ രക്ഷപ്പെടുത്താൻ വേണ്ടി കൂടി ചെയ്യുന്നതാണ്. അതൊരു സൈക്കോളജി ട്രീറ്റ്മെന്റും കൂടെയാണ് സർ. അല്ല, അത് ശരിക്കും നിയമം അനുസരിക്കേണ്ടത് പോലീസുകാരനെ. ഞാൻ ASP ആയപ്പോൾ മുതൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഞാനൊരു 10ാമത്തെ കോളേജിൽ കയറിയതായിരിക്കും യൂണിവേഴ്സിറ്റി കോളേജിൽ കയറിയത്. കോളേജുകൾ ഇഷ്ടംപോലെ പോകേണ്ടി വന്നിട്ടുണ്ട്. അതുപോലെ നമ്മൾ ലോ ആൻഡ് ഓർഡറിൽ മുന്നിലൊക്കെ നിൽക്കുന്ന സമയത്ത് നമുക്ക് കാണാം, ലോ ആൻഡ് ഓർഡർ എന്ന് പറയുന്നത് പലപ്പോഴും 60% നമ്മുടെ സ്വന്തം പോലീസിനെ കൺട്രോൾ ചെയ്യുകയാണ്, 40% നമ്മൾ മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യാനായിട്ട് ഉപയോഗിക്കേണ്ടി വരാറ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ വിജയിക്കും. എനിക്ക് ഓർമ്മയുണ്ട്, ഞാനൊരു കാര്യം ചെയ്യാം, ഇതിനിടയ്ക്ക് തന്നെ ഇടയ്ക്ക് തന്നെ തന്നേക്കാം, ഇത് എഴുതിയിട്ട്. ഇത് ഷാജി കൈലാസിന് കൊടുക്കണേ, ഇത് ഷാജിക്കുള്ളത് കൂടിയാണ്. ശരി, തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ പേരെഴുതി സർ സിഗ്നേച്ചർ തന്നോളൂ. ഇത് ആദ്യത്തെ ബുക്കാണ്. ഒരു ബുക്ക്. താങ്ക് യു വെരി മച്ച് സർ. താങ്ക് യു. പോലീസ് മേധാവി എന്ന നിലയ്ക്ക് സർ തിരിഞ്ഞു നോക്കുമ്പോൾ, സർ ഇപ്പോൾ റിട്ടയറായി, നമുക്ക് എന്തെങ്കിലും നമ്മുടെ നാടിന് വേണ്ടി ചെയ്യാൻ സാധിച്ചു എന്ന് സാറിന് എപ്പോഴെങ്കിലും? അല്ല, അത് നമുക്ക് വളരെ സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അതായത് നമ്മളെങ്ങനെ ജോലി ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരേ ഒരു സംഗതി എന്ന് പറയുന്നത് മാനസികമായിട്ട് വളരെ സാറ്റിസ്ഫൈഡ് ആണ്. മാത്രമല്ല നമുക്ക് ഉറങ്ങാൻ കിടക്കുമ്പോഴൊന്നും യാതൊരു വിഷമവുമില്ല. ഒന്ന്, നമ്മൾ നിയമവിരുദ്ധമായിട്ടൊന്നും ചെയ്തിട്ടില്ല, നിയമവിധേയമായിട്ടുള്ളത് ചെയ്തിട്ടുള്ളൂ. പിന്നെ കഴിയുന്നത്ര നിയമത്തിൻ്റെ ഉള്ളിൽ നിന്ന് സഹായിക്കുന്നവരെ സഹായിച്ചിട്ടുണ്ട്, നിയമത്തിൻ്റെ ഉള്ളിൽ നിന്ന്. അതല്ലാതെ ഞങ്ങൾ സ്ട്രിക്റ്റായിട്ട് നിയമത്തിൻ്റെ അല്ലാത്ത കുറേയധികം എത്രയോ ഫാമിലി കേസുകൾ ഇത് വരുന്നതെന്നറിയോ. അതുപോലെ പല മറ്റു കാര്യങ്ങളിലും നമ്മൾ മനുഷ്യരെ ഹെൽപ്പ് ചെയ്യാവുന്നത് അത്രയും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൊന്ന് നമുക്ക് വളരെ, അതുകൊണ്ട് ചില ഉദ്യോഗസ്ഥന്മാർക്ക് റിട്ടയർ ചെയ്താലൊക്കെ ഉറങ്ങാൻ വലിയ വിഷമമായിരിക്കും. കാരണം അവർ ചെയ്ത ഉപദ്രവങ്ങളും പിന്നെ ഞങ്ങളുടെ KJ ജോസഫ് സാർ എന്ന് പറയുന്ന ഞങ്ങളുടെ പഴയ DGP ഉണ്ട്, അദ്ദേഹം പറയുമായിരുന്നു, ഈ IPS മുഴുവൻ കാസർഗോഡ് തലപ്പാടിയിൽ നിന്നൊരു ഓപ്പൺ ലോറിയിൽ കയറ്റുക, കയറ്റിയിട്ട് തിരുവനന്തപുരം വരെ കൊണ്ടുവരണം ഓപ്പൺ ലോറിയിൽ. അപ്പോൾ ചില സ്ഥലങ്ങളിൽ എത്തുമ്പോൾ ചില ഓഫീസർമാർ ഇരുന്ന് കളയും, അല്ലെങ്കിൽ മുഖം മറയ്ക്കും. അങ്ങനെ അവിടം തൊട്ട് ഇവിടം വരെ മുഖമൊന്നും മറയ്ക്കാതെ നേരെ നിന്ന് വരുന്ന എത്ര ഓഫീസറുണ്ടോ അവരാണ് ശരിയായ ഓഫീസർമാർ. കാരണം ഈ വരുന്ന വഴിയിൽ അവർ ഒപ്പിച്ച എല്ലാ ആൾക്കാരും നോക്കി നിൽക്കുകയാണെങ്കിൽ വേറെ പരീക്ഷണങ്ങൾക്കൊന്നും പോകണ്ട. അപ്പോൾ അറിയാം അതിൽ എത്ര നല്ല ഓഫീസേഴ്സ് ഉണ്ട്. പക്ഷേ ഇപ്പം അങ്ങേക്കാളൊക്കെ നല്ല ആക്ടേഴ്സ് അവരുടെ ഇടയിലുള്ളത് കൊണ്ട് അവരെയൊക്കെ ഫേസ് ചെയ്യും. കറക്റ്റാ സാർ, കറക്റ്റാ. അതെ, ഇപ്പൊ സാറ് പറഞ്ഞു നിയമത്തിനെതിരായിട്ട് സാർ ഒരു പ്രവൃത്തിയും ചെയ്തിട്ടില്ല, നിയമത്തിനെ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് സാർ ആ വഴിക്ക് പോയിരുന്നത്. ഇപ്പൊ സാറിന്റെ ഔദ്യോഗിക ജീവിതത്തിൽ സാറിനൊരു DGP എന്നുള്ളൊരു സ്ഥാനം മാറ്റി സാറിനൊരു പണിഷ്മെന്റ് പോലെ കിട്ടി. പക്ഷെ സാർ അത് ഈ പറഞ്ഞ പോലെ നിയമത്തിന്റെ വഴിയിൽ കൂടെ തന്നെ അത് തിരിച്ചു നേടി. സാർ ആ ഒരു ബാഡ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ സാറിന് ഒരു വിഷമം തട്ടിയ ഒരു അതല്ല എനിക്ക് ഏറ്റവും അത്ഭുതം, ഇപ്പോഴും എന്തിനാണ് മാറ്റിയെന്ന് എനിക്കറിയില്ല, ആരും എന്നോട് പറഞ്ഞിട്ടുമില്ല. റീസൺസ് ബിഹൈൻഡ് ഇല്ല. അല്ല, എനിക്കറിയില്ല. കാരണം ഇപ്പം ഞാനൊരു സഖാവ് ആയി അല്ല കാണുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടായിരിക്കും അവർ മാറ്റിയത്. ഓക്കെ, നമ്മൾ ഒരു ഓഫീസർ എന്ന നിലയിൽ വളരെ നിഷ്പക്ഷമായിട്ട്, പൊളിറ്റിക്കലി ആർക്ക് എന്തെങ്കിലും ഉള്ളിലുണ്ടെങ്കിലും ഓഫീസർ എന്ന നിലയിൽ ടോട്ടൽ നിഷ്പക്ഷമാകുക. വാസ്തവത്തിൽ ഞാനൊരു നിരീശ്വരവാദിയും ഒക്കെ ആയിരുന്നു. ഞാൻ എങ്ങനെയാണ് ചേഞ്ച് ചെയ്തതെന്ന് അതിൽ ഈ രണ്ടാമത്തെ ബുക്ക് കൂടി വരുമ്പോൾ ഇതിലുണ്ട്, കുറച്ചുണ്ട്. അപ്പോൾ ഇത് വാസ്തവത്തിൽ ആസ് ആൻ ഓഫീസർ എൻ്റെ ഒഫീഷ്യൽ ലെവലിൽ ശരിയായിട്ട് ചെയ്യേണ്ട വർക്ക് കൊണ്ട് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടിയൊരു വിഭാഗമായിരുന്നു ഇടതുപക്ഷം. പല സമയത്തും 96 ഫ്രഞ്ച് ഷിപ്പ് സ്പൈ കേസ് എന്ന് പറഞ്ഞൊരു കേസൊക്കെ ഉണ്ടായി.
അവരതിനെ മാക്സിമം ഉപയോഗിച്ചു. അന്നത്തെ ദശാമാന്യമൊക്കെ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട് ഇപ്പോഴും, അതെല്ലാം ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മളൊരു പാർട്ടി പ്രവർത്തകനോ അങ്ങനെയൊന്നും ആകാൻ സാധിക്കില്ല. എന്നുവെച്ചാൽ ആ ഓഫീസറായിരിക്കുമ്പോൾ ചിലർക്ക് അങ്ങനെയാണ് താല്പര്യം. അത് ഞാനിപ്പോൾ കൂടുതൽ കാണുന്നു. എൻ്റെ സ്വന്തം റിട്ടയർ ചെയ്ത് അല്ല, എന്നെ മാറ്റിയിട്ട് ഫൈറ്റ് ചെയ്ത് തിരിച്ചു വരുന്നതിനേക്കാൾ ബുദ്ധിമുട്ടായിരുന്നു അതിന് ശേഷം ഉണ്ടായത്. കാരണം ഞാൻ 55 ദിവസം ഇരുന്ന സമയത്ത് എൻ്റെ പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സിൽ തന്നെ വളരെ ക്രിമിനൽ റെക്കോർഡുള്ള പലരെയും പോസ്റ്റ് ചെയ്തു. എന്നിട്ട് എന്നെ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചു. അതിൽ ചിലർ ഞാൻ അടി കൊടുത്തു എന്നും പറഞ്ഞ് പരാതിയൊക്കെ കൊടുത്തായിരുന്നു. വാസ്തവത്തിൽ അടി കൊടുക്കേണ്ടവന്മാരാണ്, അത് അങ്ങനെയുള്ളവന്മാരാണ്. പോലീസിൽ ചിലർ, ഞാൻ ജയിൽ DGP ആയിരുന്നു. ഒരു കാര്യം ഞാൻ പറയാം, ജയിലിൽ ഉണ്ടായിരുന്ന 8000-ഓളം ക്രിമിനൽസും അല്ലാതെ വിചാരണ നേരിടുന്നതുമായിട്ടുള്ള ആൾക്കാരിൽ ഒരാളിൽ പോലും കാണാത്ത ക്രൂക്കഡ് ക്രിമിനൽ ഫെലോസ് ചിലർ IPSലുണ്ടെന്ന് ഞാൻ ഇപ്പോഴും പറയും. അത്രയാണ് അത്, അങ്ങനെയാണ് അത് ഞാൻ കൃത്യമായിട്ട് ഞാൻ അന്നും പറഞ്ഞാണ്. എനിക്ക് റിട്ടയർമെൻറ്റ് തന്ന ദിവസം പരസ്യമായിട്ട് ഞാൻ പറഞ്ഞതാണ് ക്രിമിനാലിറ്റി എസ്പെഷ്യലി ഇൻ ദ IPS. അപ്പോൾ അതൊക്കെ നമ്മളൊക്കെ കൃത്യമായിട്ട് അറിയാം. ഇത് എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ പലരും ഇത് തുറന്നു പറയാൻ തയ്യാറല്ല. ഞാനായിട്ട് എന്ത് ചെയ്യുന്നു, ഇത് നമുക്ക് സുഖമായിട്ട് ജീവിക്കണം, അല്ലെങ്കിൽ അങ്ങനത്തെ ഇത് ഞാൻ ഏതായാലും അതങ്ങ് നിർത്തി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഉള്ള കാര്യം അതുള്ള കുറേയൊക്കെ മിക്കവാറും എല്ലാത്തിലും എഴുതിയിട്ടുണ്ട്. ഞാൻ ഡയറി ഇല്ലായിരുന്നുകൊണ്ട് ഓർമ്മയിൽ നിന്ന് എഴുതിയതാണെന്ന് മാത്രം. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആർക്കെങ്കിലും ഞാൻ അസത്യം എഴുതിയിട്ടുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ റിയാക്ട് ചെയ്യാം. അതിൽ മരിച്ചുപോയ 1-2 പേരേ ഉള്ളൂ. നായനാർ സാറും കരുണാകരൻ സാറും ഒക്കെ മരിച്ചു പോയിട്ടുള്ളൂ. ബാക്കിയുള്ളവരെല്ലാവരും ജീവിച്ചിരിപ്പുണ്ട്, മുഖ്യമന്ത്രിമാരടക്കം. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ പറയാം സെൻകുമാർ പറയുന്നത് ശരിയല്ല എന്ന്. അപ്പോൾ അതുകൊണ്ട് ഉള്ള കാര്യങ്ങളാണ് എഴുതിയിട്ടുള്ളത്. ഇപ്പോൾ ഇത് 3ാമത്തെ 4ാമത്തെ എഡിഷനിലേക്ക് എത്തി. ഇതുവരെ ഒരാളും ഞാൻ അതിൽ തെറ്റായിട്ട് എന്തെങ്കിലും എഴുതിയിട്ടുണ്ടെന്ന് എന്നോട് പറഞ്ഞില്ല. പലരും എന്നെ വിളിച്ചു പറഞ്ഞു, സാർ അത് കുറച്ചുകൂടി കടുപ്പിച്ച് എഴുതേണ്ടായിരുന്നു. ഇത് വായിക്കുന്ന വ്യക്തികൾക്ക് മനസ്സിലാക്കാം എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട്. അപ്പോൾ തിരിച്ചു വന്ന 55 ദിവസം ഉണ്ടായിരുന്നു. നമുക്ക് മുഖ്യമന്ത്രി ഒന്നോട് പരസ്യമായിട്ട് ഒരിക്കലും, ഞാൻ എല്ലാ മുഖ്യമന്ത്രിയോടും പറയേണ്ടതുപോലെ ഓപ്പണായിട്ട് തന്നെ എനിക്ക് തോന്നുന്നത് ശരിയാണെന്ന് തോന്നി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിനൊന്നും പരസ്യമായിട്ടില്ല, പക്ഷേ രഹസ്യമായിട്ട് പലതും ചെയ്യുന്നുണ്ടായിരുന്നു എനിക്കറിയാം. കാരണം ഞാൻ റിട്ടയർ ചെയ്ത ഉടനെ എനിക്കെതിരെ കുറേയധികം കേസുകളെടുത്തു. ആ കേസുകളിൽ പലതും ഇവർക്ക് സുപ്രീം കോടതിയിൽ നിന്ന് വരെ പോയവർക്ക് ഫൈനൊക്കെ കൊടുത്തതാണ്. അതിനെതിരെ ഒരു നടപടിയും ഇന്നത്തെ DGP എടുത്തിട്ടില്ല. കാരണം ഇവർ ചെയ്യുന്നത് വളരെ തെറ്റാണ്. ഒന്ന്, സുപ്രീം കോടതി വിധി വളരെ കാര്യമായിട്ട് അനുസരിക്കുന്നവരാണ് ഇപ്പോഴത്തെ ഗവൺമെൻറ് എന്നാണ് പറയുന്നത്, മുഖ്യമന്ത്രി അടക്കം, അറ്റ്ലീസ്റ്റ് ശബരിമലയുടെ കാര്യത്തിലെങ്കിലും. അപ്പോൾ അതിൽ ഈ സുപ്രീം കോടതിയുടെ ഒരു വിധിയാണ്, നമ്മൾ പോലീസ് പ്രോസിക്യൂഷനോട് ചോദിച്ചിട്ട് ആകരുത് കേസ് രജിസ്റ്റർ ചെയ്യുന്നതും കേസ് അന്വേഷിക്കുന്നതും, ഒരിക്കലും പാടില്ല. 2000-ൽ തന്നെ KT തോമസ് സാറിൻ്റെ ഒരു വിധിയുണ്ട് സുപ്രീം കോടതിയിൽ, സരള വേഴ്സസ് വേലു എന്ന് പറയും കേസിൻ്റെ ഇത്. അതിൽ പറയുന്നുണ്ട്, കാരണം എന്ന് വെച്ചാൽ പ്രോസിക്യൂഷൻ എന്ന് പറയുന്നത് പോലീസിൻ്റെ ഭാഗം മാത്രം പറയാനുള്ളതല്ല. ചിലപ്പോൾ പ്രതിക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളും പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിക്കണം. കാരണം നീതി നടപ്പാക്കാനുള്ള ഒരു ഏജൻസിയാണ് പ്രോസിക്യൂഷൻ. അല്ലാതെ എന്ത് കള്ളത്തെളിവ് ഉണ്ടാക്കി ഒരാളെ ശിക്ഷിക്കാനുള്ളതല്ല പ്രോസിക്യൂഷൻ. പോലീസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ അവർ പലപ്പോഴും ഉണ്ടായിരിക്കാം, അത് അവരുടെ ഭാഗം സമർത്ഥിക്കാനായിട്ട്. അതുകൊണ്ടാണ്. പക്ഷേ ഇവരെല്ലാം ചെയ്യുന്നത് എന്താണ്, പ്രോസിക്യൂട്ടർ ഡയറക്ടർ ജനറലുടെ ഒപ്പീനിയൻ വാങ്ങിച്ചിട്ട് കേസെടുക്കുക, അതുപോലെ അതിനിടയ്ക്ക് അങ്ങനെ ചെയ്യുക. അപ്പോൾ അങ്ങനെ ആ കേസുകളെല്ലാം തള്ളിപ്പോയി. അപ്പോൾ അവസാനം പിന്നീട് പറഞ്ഞു, ഞാൻ ISRO കേസിൽ വളരെ തെറ്റായിട്ടൊരു റിപ്പോർട്ട് കൊടുത്തു, വേറെ ഒന്നുമില്ലാതായപ്പോൾ. ISRO കേസ് ആക്ച്വലി ഞാനിപ്പോൾ സർക്കാരിലൊരു റൈറ്റ് ടു ഇൻഫർമേഷൻ ചോദിച്ചിരിക്കുകയാണ്. ഞാൻ ഈയിടെ പത്രത്തിൽ കണ്ടു, ISRO കേസിൽ CBIക്ക് ഇന്ന് കേസ് വിഡ്രോ ചെയ്യാനും എന്നെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറായിട്ട് നിയോഗിക്കാനും തീരുമാനിച്ച ഉത്തരവുകൾ ഇറക്കിയ ഉദ്യോഗസ്ഥർക്കെതിരെ കൂടി നടപടിയെടുക്കണമെന്ന്. അപ്പം ഞാൻ ചോദിച്ചു, അത് തീരുമാനിച്ചത് ശ്രീ K. നായനാർ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ ക്യാബിനറ്റുമാണ്. അതിൻ്റെ എല്ലാം തീരുമാനം അങ്ങനെയാണ്. അപ്പോൾ ശ്രീ K. നായനാരെ പ്രതിയായിട്ട് കേസെടുക്കണം. അതാ വേണ്ടത്. ക്യാബിനറ്റിൻ്റെയാണ് അത് തീരുമാനം. അത്ര വിഡ്ഢിത്തരം എഴുതി കൊടുക്കുന്ന ഏത് നീതിജ്ഞനുണ്ട് ഇവിടെ എന്നുള്ളത് എനിക്ക് അറിയണമായിരുന്നു. അതാണ്. അതല്ലെങ്കിൽ ഒരു ക്യാബിനറ്റ് തീരുമാനം എടുത്താൽ 48 മണിക്കൂറിനധികം അതിൻ്റെ ഉത്തരവ് ഇറങ്ങണം എന്നാണ് ഗവൺമെൻറ് നിയമം.
ഇനി അന്നത്തെ ഹോം സെക്രട്ടറി അന്നത്തെ ചീഫ് സെക്രട്ടറി ഒക്കെ ഉത്തരവിറക്കുന്നത് ഈ ക്യാബിനറ്റ് തീരുമാനം അനുസരിച്ചാണ്. അപ്പോൾ എന്നെ പിടിക്കാൻ വേണ്ടി എന്ത് അതാ കറക്റ്റ് നീതി സാറിനെ ഒരു കുറ്റവാളിയാക്കാൻ അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഇവർ ചെയ്തിരിക്കുന്നത് ശബരിമലയുടെ ഇഷ്യൂവിൽ എനിക്കെതിരെ ഇപ്പോൾ 1000-ത്തിലധികം കേസുണ്ടെന്ന് പറയുന്നു. അയ്യോ അപ്പോൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കേസുള്ള ഒരാളായിരിക്കും. അതാണ് 1000 ശരിയൊന്നല്ല, 1ഉം 2ഉം ഒന്നല്ല, അങ്ങ് പോയേക്കുവാ. എന്താ കാര്യമൊന്നുമില്ല. ഇപ്പം എന്നിട്ട് ഞാൻ അതിന് ഹൈക്കോടതി കേസ് കൊടുത്തപ്പോൾ ഇപ്പം അന്വേഷിച്ച് നടക്കുകയാണ് എന്തടിസ്ഥാനത്തിലാണ് സെൻകുമാറിനെ കേസിൽ പ്രതിയാക്കിയിരിക്കുന്നതെന്ന്. അതെ, അവർ തന്നെ അന്വേഷിച്ച് നടക്കുകയാണ്. അവർക്കും അറിയില്ല എന്താ അറിയില്ല. അല്ല, അത് എൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഈ പോലീസ് നിയമത്തോട് ആണ് ബാധ്യത കാണിക്കേണ്ടത്, അല്ലാതെ മുഖ്യമന്ത്രിയോടോ പ്രധാനമന്ത്രിയോടോ ഒന്നുമല്ല. സത്യം. പോലീസിന് CRPCയും പോലീസ് ആക്റ്റും അതുപോലെയുള്ള മറ്റ് നിയമങ്ങളും എല്ലാം ഉണ്ട്. അതിനോടേ ബാധ്യതയുള്ളൂ, ഭരണഘടനയോടും ആത്യന്തികമായിട്ട്. പിന്നെ പോലീസിന് ബാധ്യത നേരിട്ട് വരുന്നത് കോടതികളോടാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ടുള്ള ബാധ്യതയെ പോലീസിന് രാഷ്ട്രീയക്കാരോടുള്ളൂ. എന്നുവെച്ചാൽ രാഷ്ട്രീയത്തിൽ വരുന്ന മന്ത്രിമാരോടോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോടോ ആഭ്യന്തരമന്ത്രിയോടോ ഉള്ളൂ. അതാണ് ഞാൻ എപ്പോഴും പറയുന്നത്. പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ അവരുടെ ഒരു ആഗ്രഹം ഒരു സ്റ്റേജിൽ പ്രസംഗിക്കുകയാണ്, പോലീസ് ഇത് ചെയ്യണം അത് ചെയ്യണം, അതൊന്നും നിയമമല്ല. അത് നിയമമാണെങ്കിൽ അവർ നിയമം കൊണ്ടുവരണം. ഏറ്റവും ചുരുങ്ങിയത് അവരൊരു ഓർഡറെങ്കിലും ഗവൺമെൻറ് ഓർഡർ ഇഷ്യൂ ചെയ്യണം. ഇതൊന്നും ചെയ്യാതെ ഓറലായിട്ട് എൻ്റെ ആഗ്രഹം ഇതാണ്, നിയമമില്ല, അത് നടപ്പാക്കാൻ യാതൊരു ബാധ്യതയും ഇല്ല എന്ന് മാത്രമല്ല നടപ്പാക്കരുത്, മനസ്സിലായി. അതാണ്. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ പലരും ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ അടിയന്തരാവസ്ഥ കാലത്ത് ചില കാര്യങ്ങൾ പറയുമായിരുന്നു. അതായത് കുനിയാൻ പറഞ്ഞാൽ കമന്നിടുന്നായിരുന്നു. ഇപ്പോൾ കമന്നെടുക്കല്ല, മണ്ണിൻ്റെ അടിയിൽ പോയി കിടക്കുകയാണ്. അപ്പോൾ അത്രയും പോകേണ്ട ഒരാവശ്യമില്ല. മാത്രമല്ല സുപ്രീം കോടതിയൊക്കെ പോലീസിന് വളരെയധികം പ്രൊട്ടക്ഷൻ കൊടുത്തിരിക്കുന്നതാണ്. ഒരു DGPയെ പോസ്റ്റ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ എൻ്റെ കേസിൽ കൃത്യമായിട്ട് പറഞ്ഞു, ഒരു ചീഫ് സെക്രട്ടറിയെ വേണമെങ്കിൽ മുഖ്യമന്ത്രിക്ക് വിശ്വാസം അല്ലെങ്കിൽ മാറ്റാം. പക്ഷേ പോലീസ് ചീഫിനെ 2 കൊല്ലത്തിനിടയിൽ മാറ്റാൻ പറ്റില്ല. അതിന് വളരെ കർശനമായ വ്യവസ്ഥകൾ വേണം. അപ്പോൾ സാധാരണ നിലയിൽ മാറ്റാൻ പറ്റില്ല. അതായത് ഒരു പോലീസ് ചീഫ് വരികയാണെങ്കിൽ സമയത്ത് ആ 2 കൊല്ലത്തേക്ക് സാമാന്യം സ്വതന്ത്രമായിട്ട് റൂൾ ഓഫ് ലോ എന്ന് പറയും നമ്മൾ. അപ്പോൾ നിയമാധിഷ്ഠിതമായിട്ടുള്ള നീതിപൂർവമായിട്ടുള്ള ഭരണം നടത്താനായിട്ട് അതിന് അദ്ദേഹത്തിന് സാധിക്കാൻ വേണ്ടിയാണ് ആ സ്വാതന്ത്ര്യം സുപ്രീം കോടതി കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഒരു ചീഫ് ഓഫ് പോലീസിനെ സ്റ്റേറ്റ് പോലീസിനെ വെക്കണമെങ്കിൽ ആദ്യം ഇവിടെ മോസ്റ്റ് ആയിട്ടുള്ളവരുടെ ലിസ്റ്റ് UPSCക്ക് അയച്ചു കൊടുത്ത് UPSC അതിൽ നിന്നൊരാളെ ഒരല്ല 2-3 പേരുടെ ലിസ്റ്റ് ഇട്ട് അത് ഗവൺമെൻറ്റിന് അയച്ചു കൊടുത്ത് അതിൽ നിന്ന് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഗവൺമെൻറ്റിന് ഇഷ്ടമുള്ള ഏതെങ്കിലും അവർ പറഞ്ഞാൽ എല്ലാം അനുസരിക്കുന്ന ഒരാളെ ഇനി പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ആ ലിസ്റ്റിൽ നിന്ന് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെയുണ്ട്. അപ്പോൾ ഈ ലിസ്റ്റ് UPSCക്ക് പോകുന്ന സമയത്ത് സാധാരണക്കാർക്കും ഇയാളുടെ പേരിൽ ഇത്ര ആക്ഷേപം ഉണ്ടായിരുന്നു, ഇയാൾ ക്രിമിനലായിരുന്നു, ശരിക്കും പോലീസുകാരനല്ല എന്നൊക്കെ UPSCയിൽ അറിയിക്കാം, അതിൻ്റെ തെളിവ് കൊടുക്കാം. അപ്പോൾ അതുകൊണ്ട് ഒരു പോലീസ് ചീഫിന് ഇന്നത്തെ കാലത്ത് വളരെ സുരക്ഷ കൊടുത്തിട്ടുണ്ട്. ആ സുരക്ഷ പോലീസ് ചീഫ് ഏറ്റവും താഴെയുള്ള ഉദ്യോഗസ്ഥർക്ക് വരെ കൊടുക്കണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ വളരെ നീതിപൂർവമായിട്ട് ആർക്കും സാമാന്യേന പരാതിയില്ലാതെ ഭരണകക്ഷിക്ക് നല്ല പരാതിയോടുകൂടി പോലീസിങ് നടത്താൻ പറ്റും. ഓക്കെ സർ, അപ്പം ഈ സാർ ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അതായത് മുഖ്യമന്ത്രി ആയാലും പ്രധാനമന്ത്രി ആയാലും വാക്കാൽ പറയുന്ന ഒരു കാര്യങ്ങൾ, ഇപ്പോൾ പോലീസ് ഇതൊക്കെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യണം എന്ന് വാക്കാൽ പറയുന്ന കാര്യങ്ങൾ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അത് നിയമമല്ല. വാക്കാൽ പറയുന്നത് നിയമത്തിലുള്ളതാണെങ്കിൽ ചെയ്യാം. നിയമത്തിലല്ലാതെ പറയുകയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് നമുക്കും അറിയാം. പക്ഷെ പറയുന്നത് മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ ആവാം. പക്ഷെ സാർ അത് പറയാം അത് ചെയ്യാൻ പറ്റില്ല എന്ന് സാർ അത് റിയാക്ട് ചെയ്യുമ്പോൾ സാറിന് അതിൻ്റെതായ യാതൊരു പ്രശ്നം വരാറില്ല. ഞാനൊക്കെ ഇതുവരെ എല്ലാവരോടും മന്ത്രിമാരോടും മുഖ്യമന്ത്രിമാരോടും ഒക്കെ പല പ്രാവശ്യം അത് എനിക്ക് സാർ പറഞ്ഞിട്ടുണ്ട്, സാർ പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന്. കേരള സ്റ്റേറ്റ് ബിവറേജസ് കോർപ്പറേഷൻ്റെ MD ആയിരുന്നു ഞാനാണ് ഈ 305 ഷോപ്പുകൾ സ്ഥാപിച്ചത്. അതായത് പ്രൈവറ്റ് മേഖലയിൽ നിന്ന് ഷോപ്പുകൾ ഏറ്റെടുത്ത് ഗവൺമെൻറ് മേഖലയിലാക്കുന്നത്. ആ സമയത്ത് MD ആയിട്ട് വന്നത് ഞാനാണ്. എൻ്റെ സർവീസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മന്ത്രി, അത് പേര് പറയാൻ എനിക്ക് കുഴപ്പമില്ല, ശ്രീ K. ശങ്കരനാരായണനാണ്. അദ്ദേഹം ഗവർണറായിരുന്നു പാലക്കാട്ട്. അദ്ദേഹം ഇപ്പോൾ റിട്ടയർമെൻറ്റ് ലൈഫിലാണെന്ന് തോന്നുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സമയത്ത് ഒരു ദിവസം അദ്ദേഹം എന്നോട് പറഞ്ഞു, സെൻകുമാർ ഇന്ന സ്ഥലത്ത്, ഞാൻ സ്ഥലം കൃത്യമായിട്ട് പറയുന്നില്ല, ഇന്ന സ്ഥലത്ത് ഒരു ഷോപ്പുണ്ട്, അതൊന്ന് മാറ്റണം, കാരണം മറ്റൊരു മന്ത്രി ആവശ്യപ്പെടുന്നുണ്ട് ഇങ്ങനെ അത് ഷോപ്പൊന്ന് മാറ്റണം. അപ്പം ഞാൻ പറഞ്ഞു, സാർ ആ ഷോപ്പ് അവിടെ നിന്ന് മാറ്റിയാൽ ശരിയാകില്ല, കാരണം നമുക്കിപ്പോൾ ഇത്ര കളക്ഷൻ കിട്ടുന്നുണ്ട്, അതൊരു ബാറുകാരന് വേണ്ടി മാറ്റുന്നത് ശരിയല്ല,
ബാറിൻ്റെ 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ അകലെയാണ് ബാറുകാരന് വേണ്ടി മാറ്റുന്നത് ശരിയല്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം പിന്നെ എന്നോടൊന്നും പറഞ്ഞില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു, സെൻകുമാറേ അവർ 2-3 ക്യാബിനറ്റ് മീറ്റിങ്ങുകളായത് പ്രശ്നം പറഞ്ഞു, ഇപ്പോൾ ക്യാബിനറ്റ് മീറ്റിംഗിൽ പങ്കെടുക്കാതെ ആയി തുടങ്ങിയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, സാർ ഒരു കാര്യം ചെയ്ത് ഞാനിത് മാറ്റുകയാണെങ്കിൽ ഞാൻ നേരെ ജയിലിൽ പോയാൽ മതി. കാരണം സർക്കാരിന് കിട്ടേണ്ട പണം ഇല്ലാതാക്കുകയും അത് പ്രൈവറ്റ് വ്യക്തിക്ക് കിട്ടുന്ന വിധത്തിൽ ഞാൻ പ്രവർത്തിക്കുകയും ചെയ്താൽ നമ്മുടെ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് അനുസരിച്ച് ക്ലിയർ ആണ്. പിന്നെ ഒരു വിചാരണ പോലും വേണ്ട, ക്ലിയർ ആണ്, അത്ര എവിഡൻസ് ആണ്, പോവാം. അപ്പോൾ അദ്ദേഹം ചോദിച്ചു എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു സർക്കാർ ഒരു തീരുമാനം എടുത്താൽ ഞാൻ മാറ്റി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അതൊരു ക്യാബിനറ്റ് ഡിസിഷൻ എടുത്ത് അത് ഗവൺമെന്റ് ഓർഡർ ഇറക്കി ആ ഷോപ്പ് മാറ്റാനായിട്ട്. നമുക്ക് പ്രശ്നമില്ല. ഇല്ല. പക്ഷെ ഞാൻ പറയുന്നത്, പക്ഷെ ആ മന്ത്രിക്ക് എന്നോട് വളരെ സ്നേഹമായിരുന്നു, ഇപ്പോഴും വളരെ സ്നേഹമാണ്. ഞാൻ അങ്ങനെ എതിർത്തിട്ട് സാധാരണ വഴിക്ക് നീ അന്ന് ഇവിടെ എൻ്റെ ആള് വേറെ ആളെ വെച്ചാൽ മതി ഞാൻ പറയുന്നത്. അപ്പോൾ ഇത് 2 തലത്തിലുണ്ട്. എൻ്റെ കൂടെ ഞാൻ വർക്ക് ചെയ്ത മിക്കവാറും എല്ലാ മിനിസ്റ്റേഴ്സിനും ഞാൻ പറയുന്നത് ശരിയാണെന്നും ഒരു വ്യക്തി താല്പര്യത്തിനനുസരിച്ചല്ലാന്നും ബോധ്യം ഉണ്ടായിരുന്നുകൊണ്ട് ഇപ്പോൾ KSRTCയിൽ CMD ആയിട്ട് എന്നോട് വരുവാൻ പറ്റുമെന്ന് ശ്രീ മാത്യു ടി തോമസ് സാർ ചോദിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു എനിക്ക് ഒരാഴ്ച വേണം. ഞാൻ ഒന്ന് പഠിച്ചിട്ട് പറഞ്ഞു, അദ്ദേഹത്തിനോട് പറഞ്ഞു, സാർ KSRTC ഇപ്പോൾ ആൾറെഡി ഒരു വെന്റിലേറ്ററിലാണ്. അത് സത്യമാണ്. ഇപ്പോഴല്ല, അന്ന് 2006. അപ്പം ഞാൻ പറഞ്ഞു, ഇത് വെന്റിലേറ്ററിൽ നിന്ന് മോർച്ചറിക്ക് പോയാൽ എന്നെ കുറ്റം പറയരുത്. ഇനി വെന്റിലേറ്ററിൽ നിന്ന് ICUയിലേക്കും അതുപോലെ ജനറൽ വാർഡിലേക്കും വീട്ടിലേക്കും കൊണ്ടുവരാൻ പറ്റിയാൽ നല്ലത്. എനിക്ക് 100% ഫ്രീഡം വേണം. എൻ്റെ അദ്ദേഹം സമ്മതിച്ചു. ഞാൻ ഫുൾ ഫ്രീഡത്തോടുകൂടി വർക്ക് ചെയ്തു. 4 വർഷം അവിടെ വർക്ക് ചെയ്തെന്ന് മാത്രമല്ല, KSRTCയിലെ എല്ലാ തൊഴിലാളി സംഘടനകളും ഇപ്പോഴും എനിക്ക് ഉറപ്പുണ്ട്, ഞാനൊരു KSRTC സ്റ്റാൻഡിൻ്റെ അടുത്ത് ചെന്നാൽ അവിടെയുള്ള മിക്കവാറും 98% ജീവനക്കാർ എൻ്റെ അടുത്ത് ഓടി വരും. പക്ഷെ ഒരു കൺഫ്യൂഷൻ എന്നാന്നറിയോ, നമുക്ക് ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന KSRTCയിൽ ആര് ഭരിക്കാൻ വന്നാലും എപ്പോഴും KSRTCക്ക് ദാരിദ്ര്യം പറയാനേ സമയമുള്ളൂ. ചിലർ വന്നേച്ച് പറയാം അതിങ്ങനെയൊക്കെ നന്നാക്കിയെന്ന്. സാറ് തന്നെ പറയുന്നു ഫോർ ദ ലാസ്റ്റ് 4 എക്സ്പീരിയൻസസ് വെച്ച് 4 ഇയേഴ്സ് എക്സ്പീരിയൻസ് സാർ അതിനെ നന്നാക്കിക്കൊണ്ട്. പക്ഷെ ഇപ്പോഴും നമ്മൾ നന്നാകേണ്ടത് അതായത് അതിൻ്റെ എല്ലാ പൈസയും കൊടുത്തു തീർത്ത് 8 കോടി രൂപയിൽ താഴെ ഒരു മാസം മാത്രം ഗ്യാപ്പ് എത്തുന്ന വിധത്തിൽ ആക്കി. സർക്കാരാണ് അതിൻ്റെ പ്രധാന ഉത്തരവാദി. കാരണം KSRTC സാധിക്കാത്ത കാര്യങ്ങൾ മുഴുവൻ KSRTCയെ കൊണ്ട്, തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുക എന്ന് പറയുന്നത് പോലെ ചെയ്തതുകൊണ്ടാണ് KSRTC ഇങ്ങനെയായത്. പിന്നെ പഴയ കാലഘട്ടങ്ങളിൽ, അതായത് ഒരു 90കൾക്ക് മുമ്പിൽ KSRTCയിൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ട്രേഡ് യൂണിയൻസ് ഉണ്ടായിരുന്ന 2 വിഭാഗങ്ങളാണ് സംഘടിതമായിട്ട്. ഒന്ന് KSRTC, ഒന്ന് KSEB. 80കളിൽ KSEBയിൽ ഒരു സമരം നടന്ന് അവർ ടവേഴ്സൊക്കെ പൊളിച്ചിട്ടായിരുന്നു. അതിനുശേഷം ശക്തമായ നടപടികളുണ്ടായി. അങ്ങനെ KSEB മിക്കവാറും ശാന്തമായി. പക്ഷേ KSRTCയിൽ ഇപ്പോൾ CP നായർ സാറുടെ എന്തൊരു മഹാനുഭാവലു എന്ന് പറഞ്ഞൊരു ആത്മകഥയുണ്ട്. അതിൽ അദ്ദേഹം കുറച്ച് നാൾ KSRTC വർക്ക് ചെയ്യുന്നതിനെ പറ്റിയും എന്നെപ്പറ്റി ഒരു ചാപ്റ്ററിൽ കുറേ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അന്നൊക്കെ ഞാൻ കേൾക്കുന്നത് പലപ്പോഴും ഈ ട്രേഡ് യൂണിയൻ ലീഡേഴ്സ് വന്നിട്ട് MDയുടെ മുറിയിൽ വന്ന് ചിലരെങ്കിലും ഈ കാലെടുത്ത് MDയുടെ മേശയിൽ വെച്ച് പുകയും വലിച്ചിരുന്ന് ഓർഡർ ചെയ്യും എന്ന സ്ഥിതി ഉണ്ടായിരുന്നു. അതുപോലെ ഞാനൊക്കെ കുട്ടിയായിരിക്കുന്ന സമയത്ത് സ്കൂളിലൊക്കെ പോകാനായിട്ട് അഥവാ അപൂർവമായിട്ട് KSRTC ബസ്സിൽ കയറാൻ നോക്കിയാൽ നമുക്ക് കാണാം KSRTCയുടെ അന്ന് ഒരു ഡോറുള്ളൂ ബാക്കിൽ. ആ ഡോറിൽ കണ്ടക്ടർ നിന്ന് കൈ ഇങ്ങനെ പിടിച്ചിരിക്കും. എന്നിട്ട് സീറ്റിലിരിക്കുന്ന ആൾ തികഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ ആളെ നിർത്താൻ സമ്മതിക്കില്ല, അങ്ങനെ പോകും. പക്ഷേ 90കൾക്ക് ശേഷം ജീവനക്കാരെല്ലാം വളരെ നല്ല വിധത്തിൽ പ്രവർത്തിക്കാൻ തയ്യാറാണ്. 4 കൊല്ലം എനിക്ക് വളരെ നല്ല സഹകരണമാണ് ഉണ്ടായത്. ഒരു കാര്യം മനസ്സിലാക്കണം, കേരളത്തിലെ ഏറ്റവും കഷ്ടപ്പെട്ട് ഏറ്റവും കുറവ് ശമ്പളം വാങ്ങിക്കുന്ന വിഭാഗമാണ് KSRTC ജീവനക്കാരും പെൻഷൻകാരും. 1 ലക്ഷത്തോളം കുടുംബങ്ങൾ വളരെ കഷ്ടപ്പാടിലാണ്. പ്രധാന കാരണം സർക്കാർ തന്നെ. ഇപ്പം ഞാനുണ്ടായിരുന്ന സമയത്ത് ഞാൻ പറഞ്ഞാണ് 250 കോടി രൂപ എനിക്ക് ഒരുമിച്ച് തരൂ, അതല്ലെങ്കിൽ ഞാൻ എടുത്തിരിക്കുന്ന ലോൺ, ഞാനല്ല എടുത്തിരിക്കുന്നത്, എൻ്റെ പഴയ ആൾക്കാരൊക്കെ എടുത്തതാണ്, ആ ലോണ് 5 കൊല്ലം എന്നുള്ളത് 15 കൊല്ലമാക്കി നീട്ടി തരികയാണെങ്കിൽ KSRTC അന്ന് ലാഭത്തിലായനെ. സോ ഞാൻ 8 കോടി രൂപയാണ് എനിക്ക് ഒരു മാസം ഗ്യാപ്പ് വന്നിരുന്നത്. 23 കോടി രൂപ ഞാൻ കടം അടച്ചത് തിരിച്ചടയ്ക്കണം ഒരു മാസം. അപ്പോൾ അത് 15 കൊല്ലത്തേക്ക് ആക്കുകയാണെങ്കിൽ എനിക്ക് 6 കോടി അടച്ചാൽ മതി. എന്നുവെച്ചാൽ ബാക്കി എനിക്ക് 23 നിന്ന് 17 കോടി രൂപ. അപ്പോൾ 8 കോടി കഴിഞ്ഞാൽ ഏകദേശം 9 കോടി രൂപ KSRTC എന്ന ലാഭത്തിലായനെ. പക്ഷെ അത് നൽകിയില്ല. എനിക്ക് ശ്രീ VS അച്യുതാനന്ദനും ശ്രീ G സുധാകരനും പറഞ്ഞ ഒരു കാര്യത്തോട് സാമാന്യേന നല്ല യോജിപ്പാണ്. അവർ പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞത്, ഈ സെക്രട്ടേറിയറ്റ് കത്തിച്ച് കളഞ്ഞാലേ കേരളം നന്നാകുള്ളൂ എന്ന്. അല്ല,
നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ യാതൊരു വിധ ഉത്തരവാദിത്വം ഇല്ലാതെ പലരും നല്ല ഉദ്യോഗസ്ഥരില്ല എന്നല്ല ഞാൻ പറയുന്നത്, അവർക്ക് ഇതിനൊന്നും യാതൊരു ഉത്തരവാദിത്വമില്ല. ഇപ്പോൾ ട്രാൻസ്പോർട്ട് സെക്രട്ടറി ആയിരിക്കുന്ന ആൾക്ക് ട്രാൻസ്പോർട്ടിലെ KSRTC എങ്ങനെ ഓടണമെന്ന് അറിയാൻ ഇതില്ല, യാതൊരു നടപടി എടുക്കില്ല. എൻ്റെ ബോർഡിലായിരുന്നപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇവിടെയൊന്നും പറയാൻ പറ്റാത്ത വാക്കുകൾ അവിടെ ഉപയോഗിക്കാറുണ്ട് എൻ്റെ ബോർഡിൽ തന്നെ, ഞാൻ ചെയർമാനായിരിക്കുമ്പോൾ. കാരണം അങ്ങനെയാണ് അവർ. കാരണം അവസാനം ഞാൻ എഴുതി കൊടുത്തു, അവിടെ ഇരിക്കുന്ന ഒരു ഫൈനാൻസ് സെക്രട്ടറിനെയോ ഒരു ആളെ നിങ്ങളിവിടെ MD ആക്ക്.